എന്താ ഇവിടെയൊക്കെ? ഒക്കെ ഒന്ന് കാണാൻ. പുതിയ പടത്തിന്റെ പശ്ചാത്തലം ഇതൊക്കെയാണ്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയോ? തുടങ്ങി വെച്ചു. എന്താ ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നത്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. സം പേഴ്സണൽ പ്രോബ്ലംസ്. ഓർമ്മകളില്ലേ അവസാനം വന്ന പടം? ആ. ഇപ്പൊ 2.5 വർഷമായി കാണൂല്ലേ? ശ്യാമയ്ക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ. സഞ്ചരിക്കുന്ന ഫിലിം എൻസൈക്ലോപീഡിയ. ഞങ്ങൾ സാറിന്റെ ഫിലിം എല്ലാം കാണുമായിരുന്നു. ഹരിയാണെങ്കിൽ 2-3 തവണ കാണും. ഒരിക്കൽ കോളേജിലെ ഫിലിം ക്ലബിൽ വെച്ച് ഓർമ്മകൾ ബോറാണെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഹരി തല്ലുക കൂടി ചെയ്തു. എന്നായി അമ്പലത്തിലെ രഥോത്സവം? അടുത്ത മാസം. എന്താ? എന്റെ പുതിയ പടത്തിന്റെ പേര് രഥോത്സവം. ഇവിടെ ഇങ്ങനെ വർഷാവർഷം രഥോത്സവം നടത്താൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? വല്ല ഐതിഹ്യമോ കഥകളോ എന്തെങ്കിലും? ഉണ്ട്. എന്താ ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ഒന്ന് തൊഴുതിട്ട് വരട്ടെ. ഒരു 10 മിനിറ്റ്. ബോറടിക്കൂ? ബോറടിക്കും. എന്നാലും കാത്തു നിൽക്കാം. കഥ കേൾക്കണ്ടേ? ഒരു രാജാവിന്റെ വകയായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം പണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട്. അതെ. രാജാവിന് ഒരേ ഒരു മകൾ, മങ്കമ്മ. അതിസുന്ദരി. അവളുടെ ജാതകത്തിന് ഒരു ദോഷം. വിവാഹം നടക്കില്ല. മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് വരന്മാരെല്ലാം മരിക്കാൻ തുടങ്ങി. രാജാവും മങ്കമ്മയൊക്കെ ആകെ സങ്കടപ്പെട്ട് കഴിയുമ്പോഴാണ് സുന്ദരനായ ഒരു രാജകുമാരൻ വിവാഹാലോചനയുമായി വന്നത്. അന്ന് രാത്രി മങ്കമ്മയ്ക്ക് സ്വപ്നത്തിലൊരു ദർശനമുണ്ടായി. 41 ദിവസം ദേവന്റെ മുമ്പിൽ ചെമ്പരത്തി പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ വിവാഹം നടക്കുമത്രേ. അവൾ മറ്റാരും അറിയാതെ 41 ദിവസം അർച്ചന നടത്തി. വിവാഹത്തിന്റെ അന്ന് യമദേവൻ രാജകുമാരനെ കൊണ്ട് കടന്നു കളഞ്ഞെന്നും ദേവൻ പിന്നാലെ രഥത്തിൽ പാഞ്ഞു ചെന്ന് കുമാരനെ രക്ഷിച്ചെന്നും വിവാഹം നടത്തിയെന്നൊക്കെയാണ് ഐതിഹ്യം. അന്നു മുതലാണ് വിവാഹപ്രായമായ പെൺകുട്ടികൾ ദേവൻ അർച്ചന ചെയ്യാൻ തുടങ്ങിയത്. ദേവനാള് വീരനാണല്ലോ. ഒരു 1-man ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് ബ്യൂറോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ശക്തിയുള്ള ദേവനാ. രഥോത്സവം ഒരു നേർച്ചയായി നടത്തിയാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നാ വിശ്വാസം. ഞാൻ വരട്ടെ? കേറുന്നില്ലേ? ഇന്നില്ല. ഇന്നത്തെ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ശ്യാമേ, വിവാഹപ്രായമൊക്കെ ആയില്ലേ? ഒരു 41 ദിവസം ചെമ്പരത്തിപ്പൂവൊക്കെ സംഘടിപ്പിച്ച് ദേവനെ ഒന്ന് മണിയിരിക്കാമായിരുന്നില്ലേ? എന്റെ പ്രാർത്ഥന മാത്രം ദേവൻ കേട്ടില്ല. ശ്യാമ, ഞാനത് വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. ഐ എം സോറി. ഓ സാരമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി റൂമിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അതോത്ത് കരയരുത്. ഇല്ല. ശ്യാമ പോയിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശ്യാമ എന്താ ഈ വഴിയൊക്കെ? വെറുതെ. വരൂ. ഇരിക്കൂ. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയായിരിക്കും അല്ലേ? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാണ്.
ഇതൊക്കെ എന്നും ആരോ തുടച്ചു വെക്കാറുണ്ടല്ലേ? വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. സാർ പാടോ? ഏയ്, അതുകൊണ്ടല്ല. ഹരി എനിക്കിഷ്ടമാണ്. ഹരി പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടു. ഐ ലൈക്ക് ഹിം. ഇപ്പൊ ഹരി ഉണ്ടായിരുന്നെങ്കിൽ സാറിന്റെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, സ്ക്രിപ്റ്റ് എഴുതി തീരാറായോ? ഇല്ല, കാൽഭാഗം പോലും ആയിട്ടില്ല. എഴുതിയ അത്രയും എനിക്കൊന്ന് വായിക്കാൻ തരുമോ? അത് പിന്നെ ഒരു കുഴപ്പമില്ല, നാളെ തന്നെ തിരിച്ചു തന്നേക്കാം. അയ്യോ, അതുകൊണ്ടല്ല. എന്റെ കൈയക്ഷരം ഭയങ്കര ബോറാ. എഴുതി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ വായിക്കാൻ പറ്റാതാവും. ജസ്റ്റ് എ മിനിറ്റ്. സൗകര്യം പോലെ വായിച്ചിട്ട് തിരിച്ചു തന്നാ മതി. താങ്ക് യു. ഞാനൊരു പ്രത്യുപകാരം ചെയ്യാം. നല്ല അക്ഷരത്തിൽ ഇതിന്റെ ഒരു കോപ്പി എടുത്തു തരാം. അയ്യോ, അത് ശ്യാമയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? നോക്കട്ടെ. അല്ല, ഇനി ഒരല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഒരു കോപ്പി എടുത്തു തരണം. അതിന് പറ്റിയ ഒരാളെ അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ. ഞാൻ പോട്ടെ. ഞാനിവിടെ വന്ന കാര്യം അച്ഛനും ചേട്ടനൊന്നും അറിയരുത്. അതെന്താ? ഞാൻ ഈ വീട്ടിൽ വരുതെന്നാണ് അവരുടെ ഓർഡർ. മറ്റൊന്നുമല്ല, ഈ വീണയും തബലയൊക്കെ കാണുമ്പോ ഞാൻ ഹരിയെ ഓർക്കോത്രേ. അതിന് ഞാൻ ഹരിയെ മറന്നിട്ട് വേണ്ടേ? മറക്കാത്തതൊക്കെ ഓർമ്മ വയ്ക്കാൻ ഇതിന്റെയൊക്കെ സഹായം വേണം. പറയരുത് കേട്ടോ. ഇല്ല. പാട്ടുകാരനെന്ന് പറഞ്ഞാ എന്നെ പോലെയാണോ സാർ വിചാരിക്കരുത്. ഹരിമോൻ അവിടെ കിടക്കുന്നു, ഞാൻ അവിടെ കിടക്കുന്നു. ഹരിമോൻ അവധിക്ക് വന്നാ പോകുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന വീണേ സിത്താർക്കുണ്ടല്ലോ സാറേ, ഹരിമോനെ കണ്ടാ മതി, താനേ പാടും. അക്കൊല്ലം രഥോത്സവത്തിന് വീണ കച്ചേരി നടത്തായിരുന്ന ഹരിമോൻ. അത് അപകടമല്ല സാറേ, ഹരിമോനെ കൊന്നതാ. ആര്? ആളെ അറിയാമായിരുന്നെങ്കിൽ ചന്ദ്രൻ സാർ അവനെ ഈ ഭൂമിയിൽ ജീവനോടെ വെച്ചേക്കുമായിരുന്നു. ഹരിയോട് ആർക്കാണ് അത്ര വിരോധം? ആർക്കറിയാം. ഒരു കൈപ്പഴ പറ്റി അപകടം വന്നായിരുന്നെങ്കിൽ ഈ വഴിയിൽ ഇങ്ങനെ ഇട്ടേച്ച് പോവായിരുന്നു സാറേ. ഇതാര്? ശ്യാമയോ? എവിടായിരുന്നു 2 ദിവസം? വലിയ ഗമയ്ക്ക് പറഞ്ഞ് എഴുതി തരാമെന്ന്. എഴുതാനിരുന്നപ്പോഴല്ലേ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഓ, എന്തൊരു ഹാൻഡ് റൈറ്റിംഗ്, ഹൊറബിൾ. ഇതാ സ്ക്രിപ്റ്റ്, ഇത് ഒറിജിനൽ, ഇത് കോപ്പി. നൈസ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഞാൻ ഈ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ കഥയുടെ കാര്യമാ പറഞ്ഞത്. അത് ശരി. 15 സീൻ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഥ മുഴുവൻ മനസ്സിലായെങ്കിൽ ഇന്റർവെല്ലിന് മുമ്പ് ആൾക്കാർ എഴുതിട്ട് പോകുന്ന ലക്ഷണമുണ്ടല്ലോ. ഏയ്, അതല്ല. തുടക്കം കാണുമ്പോഴേ അറിയാലോ നന്നാവോ ഇല്ലേന്ന്. ആ, ബാക്കി കഥ എന്താ? അതേലെ കയ്യിലിരിക്കട്ടെ. കഥ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോപ്പി എടുത്ത് തരാതെ പറ്റിക്കാനല്ലേ. ഇതെന്താ? ഫോട്ടോഗ്രാഫ്. ഇത് ആരുടെയാ?
കെ ഹരികുമാർ. ഹരിയുടെ അല്ലേ? എവിടെ നോക്കട്ടെ. കഴിഞ്ഞ ദിവസം എന്നോടൊരു നുണ പറഞ്ഞല്ലേ, ഹരി അറിയില്ല എന്ന്. നുണയോ? സത്യമായിട്ട് ഞാൻ അറിയില്ല. പിന്നെ ഇത് ആരുടെ ഹാൻഡ് റൈറ്റിംഗ്? ഇത് ഞാൻ എഴുതിയതാണല്ലോ. അറിയാൻ വയ്യാത്ത ഒരാളുടെ ഓട്ടോഗ്രാഫിൽ എങ്ങനെ എഴുതി? ഇത് എങ്ങനെ വന്നു? ഞാനും ഹരിയും കൂടി ഒരിക്കൽ സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. ആർട്സ് ക്ലബിന്റെ ഇനോഗ്രേഷൻ ക്ഷണിക്കാനായി. അന്ന് എഴുതിയതാ. സത്യം? ഉം. ഛേ, എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ശ്യാമയെ ഇവിടെ വെച്ച് കണ്ടപ്പോ പണ്ടെങ്കിലും കണ്ട ഒരു ഓർമ്മ തോന്നി. പക്ഷെ ഹരി കണ്ട എങ്ങനെ ഇരിക്കും? ഞാൻ വരച്ച ഹരിയുടെ ഒരു ചിത്രമുണ്ട്, കാണിക്കാം. ദേ. ഹോ, അന്ന് വീട്ടിൽ വന്നപ്പോ എന്തൊരു ഗമയായിരുന്നു സാറിന്. എന്തോ റെക്കോർഡിങ്ങിന് പോവാണെന്നും പറഞ്ഞ് ഞങ്ങളെയൊക്കെ മൈൻഡ് ചെയ്യാതങ്ങ് പോയി. പിന്നെ കാറിനകത്ത് വെച്ചാ ഹരിക്ക് ഈ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തത്. ഛേ, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഈ കക്ഷി ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് മറക്കാനും. ഞാൻ പോകുന്നു.